ഞങ്ങളൊക്കെ വിചാരിച്ചെന്തറിയോ, എന്തോ വലിയ ബോംബുമായിട്ട് വരിക എന്നാണ്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പോഴത്തെ ഈ പടക്കമൊക്കെ വരുന്നതിന്റെ മുൻപുള്ളൊരു കാലമുണ്ട്. ഞങ്ങൾ ചെറിയ ഡപ്പിയിൽ ഈ കല്ലുകൊണ്ട് കുത്തിയിട്ട് പൊട്ടിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പൊട്ടാസ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ വലിയ ബോംബ് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ ലോകത്ത് എവിടെയാണ് ഒന്നും അറിയാത്ത ആൾക്കാർ. ഒരു സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ഉണ്ടായ ഒരു പരാതി, ആ പരാതി കോടതി അടക്കം അത് പരിശോധിച്ച് തീരുമാനം പറഞ്ഞു കഴിഞ്ഞ ഒരു കേസ് സംസ്ഥാന പ്രസിഡന്റിന് പരാതി കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ഉചിതമായിട്ടുള്ള നടപടിയെടുത്തു. 2014 എന്ത് പരാതിയാ? ഞാൻ പറയട്ടെ, അതല്ലേ കോടതി പോയല്ലോ. അല്ല, പാർട്ടിയല്ല BJP. അതായത് ഒരു ഇഷ്യൂവില് കോടതിയിൽ പരാതി പോയി, പോലീസ് സ്റ്റേഷനിൽ പരാതി പോയി, പിന്നെ പാർട്ടിയല്ലല്ലോ, പോലീസ് അന്വേഷിച്ചു. രണ്ടുമുണ്ടെന്ന് പക്ഷേ കൃഷ്ണകുമാറിന്റെ പത്രസമ്മേളനം ഒന്നും കൂടി നിങ്ങളെല്ലാരും കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സംശയം കേട്ടോ പത്രസമ്മേളനം കേട്ടോ, ഫുൾ കേട്ടോ. എന്നിട്ട് എന്താ കിട്ടിയ മറുപടി? 2 പറയുന്നില്ലേ? എന്റെ അത് സംസ്ഥാന പ്രസിഡന്റ് ഉചിതമായ നടപടി എടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, സംസ്ഥാന പ്രസിഡന്റിന് കിട്ടിയ പരാതിയെ കുറിച്ച് ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. സംസ്ഥാന പ്രസിഡന്റ് ഓൾറെഡി അത് അക്നോളജ് ചെയ്തു. ഇനി അദ്ദേഹം ഉചിതമായിട്ടുള്ള നടപടി എടുക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം തീരുമല്ലോ. ജനങ്ങളുടെ മുന്നിൽ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഇൻസിഡന്റ്സ്, ഒരാളുമായിട്ടുള്ളതല്ലല്ലോ ഇപ്പൊ ഇഷ്യൂ. എത്രയോ സ്ത്രീകൾ ഒരാൾക്കെതിരായിട്ട് പരാതിപ്പെടുന്നു. അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി ഉണ്ടാവേണ്ടത്? ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരാള് എങ്ങനെയാ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കേണ്ടത്? അപ്പൊ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ടായോ, ഇതൊന്നുമല്ല പ്രശ്നം. ഒരു ജനങ്ങളുടെ ഇടയിൽ പൊതുപ്രവർത്തകനായിട്ട് നിൽക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ ജനങ്ങളുടെ മുന്നിൽ മാതൃകയായിട്ട് ജീവിക്കേണ്ട ഒരാളാണ്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരാൾ ജനപ്രതിനിധിയായിട്ട് തുടരരുത്. അതല്ലാതെ ഞങ്ങള് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, ഞങ്ങൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി, അതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ്. കോൺഗ്രസില് കൊള്ളക്കാരനും അഴിമതിക്കാരനും സ്ത്രീ പീഡകനും അങ്ങനെയുള്ള ആളുകളെ മെമ്പർഷിപ്പ് കൊടുക്കണോ വേണ്ടിയോ എന്നൊക്കെ അവര് തീരുമാനിക്കുക. ജനങ്ങളുടെ പ്രശ്നം, ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ആരായിരിക്കണം, അതിങ്ങനെയുള്ള ആളുകൾ പാടില്ല. അതല്ലെന്ന് അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. അതിനെക്കുറിച്ച് ആ പത്രസമ്മേളനം ഒന്നും കൂടി കേട്ടു നോക്ക്. കൃഷ്ണകുമാറിന്റെ പത്രസമ്മേളനം കേട്ടു നോക്ക്. അല്ല, കോടതി പറഞ്ഞതല്ലേ, കോടതി വിധി എടുത്ത് വായിച്ചു. അപ്പൊ മറുവിശദീകരണം നിങ്ങൾ അന്വേഷിക്കും. അല്ലെന്ന് കോടതി പറഞ്ഞല്ലോ. ആദ്യം ഇതിപ്പോ എന്തറിയോ, ഇപ്പൊ നടക്കുന്ന ചർച്ചകൾ എന്താ? പൊതുസമൂഹത്തിൽ മുന്നിട്ടുള്ള കാര്യങ്ങൾ. കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ എന്താ? ഇതെല്ലാം പരിശോധിച്ചു. 10 കൊല്ലത്തിനിടയിൽ പോലീസ് അന്വേഷണം നടത്തി. ഉമ്മൻചാണ്ടിയുടെ പോലീസ് അന്വേഷിച്ചു, പിണറായി വിജയന്റെ പോലീസും അന്വേഷിച്ചു. ഇനി നിങ്ങൾക്ക് വേറെ പുതിയ പോലീസ് വല്ലതും കൊണ്ടുവരാനുണ്ടെങ്കിൽ കൊണ്ടുവന്ന് അന്വേഷിക്കും. അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള സാധനം എടുത്തിട്ട് ബോംബ് എന്ന് പറഞ്ഞ് നടക്കരുത്. ബോംബ് എന്നുള്ള പേര് കേൾക്കുമ്പോണ്ടല്ലോ ആളുകളുടെ മനസ്സിലൊരു വലിയൊരു സംഭവമാണെന്നുള്ള ധാരണയാണ്.